പ്രേമലല്ലാട്ടോ, ആകാശ് മിസൈലിന്റെ പുതിയ പതിപ്പ് വരുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ഇത് നമ്മുടെ ഇന്ത്യൻ പ്രതിരോധ മേഖലയിൽ എന്തൊക്കെ സാധ്യതകളാണ് ഉണ്ടാക്കാൻ പോകുന്നത്? പ്രധാനമായും ഈ ആകാശ് ബ്രഹ്മോസ് മിസൈലുകളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്ത് ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്താണ്. ഈ ബ്രഹ്മോസ് മിസൈലിന്റെ വിജയത്തിന് പിന്നിൽ റഷ്യയുടെ പങ്കാളിത്തമുണ്ടെങ്കിൽ ആകാശ് മിസൈൽ ഏതാണ്ട് പൂർണ്ണമായും നമ്മൾ തന്നെ നിർമ്മിച്ചെടുത്ത ഒരു സംഗതിയാണ്. തദ്ദേശീയമായിട്ട് നിർമ്മിച്ചെടുത്ത ഒരു മിസൈലാണ് ആകാശ്. അപ്പോൾ ഈ ആകാശ് മിസൈലിൻ്റെ 3 പതിപ്പുകളാണ് നിലവിൽ നമ്മുടെ കയ്യിലുണ്ടായിരുന്നത്. ഒന്ന് ആകാശ് മാർക്ക് 1, ഒന്ന് ആകാശ് 1S, ഒന്ന് ആകാശ് NG എന്ന് വെച്ചാൽ നെക്സ്റ്റ് ജനറേഷൻ. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 70 മുതൽ 80 കിലോമീറ്റർ വരെ ദൂരപരിധിയിലുള്ള ഏതൊരു ലക്ഷ്യവും ഇതിന് ഭേദിക്കാൻ പറ്റും. ഇത് വ്യോമ പ്രതിരോധ സംവിധാനത്തിലാണ് സാധാരണ ആകാശ് മിസൈലുകൾ ഉപയോഗിക്കുക. അതായത് ഭൂമിയിൽ ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്ന മിസൈൽ ലോഞ്ചറിൽ നിന്ന് തൊടുത്തു വിട്ടിട്ട് നമ്മളിലേക്ക് പറന്നു വരുന്ന ഏതൊരു ലക്ഷ്യവും, അതിപ്പോൾ വിമാനമാകാം, ഡ്രോണാവാം, മറ്റൊരു മിസൈൽ തന്നെ ആകാം, അതിലേതെങ്കിലും ഒരെണ്ണത്തിനെ തകർക്കുക എന്നുള്ളതാണ് ആകാശ് മിസൈൽ കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത്. ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് നമ്മൾ പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് തൊടുത്തുവിട്ട നിരവധിയായ ഡ്രോണുകളും ഫൈറ്റർ ജെറ്റുകളും അതേപോലെ തന്നെ റോക്കറ്റുകളും അടക്കം ആകാശ് മിസൈലുകൾ ഉപയോഗിച്ച് നമുക്ക് കൃത്യമായി തടയാൻ സാധിച്ചു. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ആകാശ് മിസൈലുകളുടെ പുതിയ പതിപ്പുകളെക്കുറിച്ചുള്ള ചിന്ത ഇന്ത്യയിൽ വന്നു. കാരണം അത് വിജയകരമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ പുതിയ പതിപ്പുകൾ വേണ്ടി വരുമല്ലോ. അപ്പോൾ ഇപ്പോൾ ആകാശിൻ്റെ പുതിയ പതിപ്പ് നമ്മൾ വിജയകരമായി പരീക്ഷണം പൂർത്തിയാക്കിയിരിക്കുകയാണ്. പുതിയ പതിപ്പിൻ്റെ പേര് ആകാശ് പ്രൈം എന്നാണ്. ആകാശ് പ്രൈം. അപ്പോൾ ഇത് സമുദ്രോപരിതലത്തിൽ നിന്നും വളരെ ഉയർന്ന പ്രദേശത്തിൽ എത്രത്തോളം എഫക്റ്റീവാണ് എന്നുള്ള പരീക്ഷണമാണ് ഇപ്പോൾ നടന്നത്. അതിനനുയോജ്യമായ സ്ഥലമായിട്ട് നമ്മുടെ സേന കണ്ടെത്തിയത് ലഡാക്കാണ്. ലഡാക്കിലെ ഏതാണ്ട് സമുദ്രനിരപ്പിൽ നിന്നും 15,000 അടിക്ക് മുകളിലായിട്ടുള്ള ഒരു പ്രദേശത്താണ് പരീക്ഷണം നടന്നത്. അപ്പോൾ അവിടെ ഈ DRDOയുടെ, അതായത് മിസൈൽ ഡെവലപ്പ് ചെയ്തത് DRDO ആണ്, ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ. അവരും നമ്മുടെ സൈന്യത്തിൻ്റെ അധികൃതരും ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പറന്നു പോകുന്ന ഒരു ലക്ഷ്യം, അതിപ്പോൾ സേന എന്താണ് എന്നുള്ള വെളിപ്പെടുത്തില്ല, ആളില്ല വിമാനമാകാം, ഡ്രോൺ ആകാം, അത് അതിവേഗതയിൽ പോകുന്ന 2 ലക്ഷ്യങ്ങൾ ഈ 15,000 അടി മുകളിലോട്ടുള്ള ഇത് ഉറപ്പിച്ച് നിർത്തിയിട്ട് അവിടെ നിന്ന് ഈ ആകാശ് മിസൈൽ അയച്ച് ആ ലക്ഷ്യം ഭേദിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് കണ്ടെത്തിയേക്കുന്നത്. അപ്പോൾ ഈ ആകാശ് മിസൈലിൻ്റെ ഈ ആകാശ് പ്രൈമിൻ്റെ പ്രത്യേകത, ഇത് റേഡിയോ ഫ്രീക്വൻസി RF ഫ്രീക്വൻസി അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു മിസൈലാണ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രിസിഷനാണ്. പ്രിസിഷൻ എന്ന് വെച്ചാൽ ലക്ഷ്യം, അതായത് പറന്നു പോകുന്ന ഒരു ലക്ഷ്യസ്ഥാനവും കൃത്യമായി ഭേദിക്കാൻ ഈ ആകാശ് മിസൈലുകൾക്ക് സാധിക്കും. അതുമാത്രമല്ല, ഏത് കാലാവസ്ഥയിലും ഏത് സാഹചര്യത്തിലും ആകാശ് മിസൈലുകൾ ഫലപ്രദമാണെന്നും നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ഉയർന്ന കാറ്റ്, മഴ, പിന്നെ തണുത്ത അന്തരീക്ഷം, ഇതെല്ലാം ഈ പല സാഹചര്യങ്ങളിലും ഈ ആകാശ് മിസൈൽ പരീക്ഷിക്കപ്പെട്ടു. പക്ഷേ അവിടെയൊക്കെ ഇത് വിജയകരമായി തന്നെ ആ ലക്ഷ്യങ്ങൾ നേടി എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ ഇതൊരു മീഡിയം റേഞ്ച് മിസൈലാണ്. ഞാൻ പറഞ്ഞതുപോലെ വളരെ ഉയർന്ന ദൂരമൊന്നുമില്ല. ഇപ്പോൾ ബ്രഹ്മോസ് എന്ന് പറയുന്നത് ഒരു സെമി റേഞ്ച് മിസൈലാണ്. 250 മുതൽ പിന്നീട് അതിൻ്റെ ദൂരപരിധി കൂട്ടി ഏതാണ്ട് 600 കിലോമീറ്റർ വരെ ഒക്കെ ബ്രഹ്മോസ് മിസൈലിനെ കൊണ്ടാവും. പക്ഷേ ഇത് ഒരു മീഡിയം റേഞ്ച് മിസൈലാണ്, കുറച്ചുകൂടി ദൂരെ കുറവാണ്. ഇതിന് പരമാവധി, അതായത് ഈ ആകാശ് പ്രൈം എന്ന് പറയുന്നതിന് പരമാവധി 25 മുതൽ 30 കിലോമീറ്റർ വരെ ദൂരപരിധിയിലുള്ള ലക്ഷ്യമാണ് ഇത് ഭേദിക്കാൻ പറ്റുക. അതായത് നമ്മുടെ അതിർത്തിയിലേക്ക് പറന്നു വരുന്ന ഏത് സംഗതിയെയും ആകാശ് മിസൈൽ ഉപയോഗിച്ച് വീഴ്ത്താൻ സാധിക്കും. പിന്നെ പരമാവധി 4500 മീറ്റർ, ഏകദേശം നമ്മളിപ്പോൾ പരീക്ഷണം നടത്തിയിരിക്കുന്ന സ്ഥലവും ഏതാണ്ട് ഈ ദൂരമായിട്ട് ഏകദേശം സാദൃശ്യമുണ്ട്. 15,000 അടിക്ക് മുകളിലാണ് ഇപ്പോൾ പരീക്ഷണം നടന്നത്. അതേപോലെ 4500 മീറ്റർ ഉയരം വരെയുള്ള പ്രദേശത്തും ഇത് വിജയകരമായി നമുക്ക് ഘടിപ്പിക്കാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ഭൂതല മിസൈലാണ്. ഇതിന് അവിടെ എവിടെയെങ്കിലും ഉറപ്പിച്ച് നിർത്തിയിട്ട്, ഒരു റോക്കറ്റ് ലോഞ്ചർ പോലുള്ളൊരു സംവിധാനം ഉറപ്പിച്ച് നിർത്തിയിട്ടായിരിക്കും ഈ ആകാശ് മിസൈൽ തൊടുത്തുവിടുക. അപ്പോൾ നിലവിൽ നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് ആകാശ് മിസൈലുകൾ ഫലപ്രദമായിരുന്നു. അതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളും ഈ ഇന്ത്യയിൽ നിന്ന് ഈ ആകാശ് മിസൈലുകൾ വാങ്ങാനായിട്ടുള്ള താല്പര്യം പ്രകടിപ്പിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരം രാജ്യങ്ങളുമായിട്ട് നമ്മളിപ്പോൾ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. അതുമായിട്ട് മുന്നോട്ട് പോകും. അതേസമയം തന്നെ നമുക്കൊരു തിരിച്ചടി ഉണ്ടായത് ബ്രസീലിൻ്റെ ഭാഗത്തു നിന്നാണ്. ബ്രസീൽ ആകാശ് മിസൈലുകൾ വാങ്ങാനായിട്ട് താല്പര്യപ്പെട്ട് വന്നിരുന്നു. പക്ഷേ പിന്നീട് ഇത് മാറ്റി, ആ തീരുമാനം അവർ മാറ്റി. അവരത് യൂറോപ്യൻ ശക്തികളിൽ നിന്ന് അത്തരം മിസൈൽ സാങ്കേതികവിദ്യ സ്വന്തമാക്കാനാണ് ശ്രമിച്ചത്. പക്ഷേ എന്നിരുന്നാലും ആകാശ് മിസൈലുകളുടെ ഫലപ്രാപ്തിയെക്കുറിച്ച് നമുക്ക്
സംശയങ്ങളില്ല എന്നുള്ളതാണ്. പുതിയ സാഹചര്യങ്ങളിൽ അതായത് ഇപ്പോൾ ഈ 15,000 അടി മുകളിലുള്ള പരീക്ഷണമാണ് ഇപ്പോൾ വിജയകരമായി പൂർത്തിയാക്കിയിട്ടുള്ളത്. ഇനി മറ്റ് പരീക്ഷണങ്ങളും തുടർ പരീക്ഷണങ്ങളും ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും. അതിനുശേഷം മാത്രമായിരിക്കും ഇത് കമ്മീഷൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ സേനയുടെ ഭാഗമാക്കുക. അതിനും വലിയ കാലതാമസം ഉണ്ടാകില്ല എന്ന് വേണം കണക്കാക്കാൻ. അതായത് മൊത്തത്തിൽ സ്വീകരിച്ചിരിക്കുന്ന നയം എന്ന് പറഞ്ഞാൽ തദ്ദേശീയമായ ആയുധങ്ങൾക്ക്, തദ്ദേശീയമായ ടെക്നോളജിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ് സൈന്യത്തിൻ്റെയും പ്രതിരോധ മന്ത്രാലയത്തിൻ്റെയും പൊതുനയം. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ആകാശ് മിസൈലുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ പരീക്ഷണങ്ങളും അതിൻ്റെ കൂടുതൽ സാധ്യതകളെക്കുറിച്ചുള്ള കാര്യങ്ങളിലും മുന്നോട്ട് പോയിട്ടുള്ളത്. ഈ ബ്രഹ്മോസ് മിസൈലും ആകാശ് മിസൈലും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതായത് ബ്രഹ്മോസ് മിസൈൽ ഒരു സൂപ്പർസോണിക് മിസൈലാണ്. അത് തൊടുത്തു വിട്ട് കഴിഞ്ഞാൽ അതിനെ തടുക്കാൻ സാധിക്കില്ല. അതിവേഗതയിൽ ചീറിപ്പായുന്ന ഒരു മിസൈലാണ് ബ്രഹ്മോസ്. അത് നമ്മൾ വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്തു. അതായത് പാകിസ്ഥാനിൽ നമ്മൾ നടത്തിയ ആക്രമണം ബ്രഹ്മോസ് മിസൈലിൻ്റെ ഫലപ്രാപ്തിയെ കാണിച്ചു തരുന്നുണ്ട്. കാരണം അത് ഏതാണ്ട് 250 മുതൽ 600 കിലോമീറ്റർ വരെ എങ്ങാണ്ടാണ് അതിൻ്റെ ദൂരപരിധി കണക്കാക്കുന്നത്. അപ്പോൾ നമ്മൾ പാകിസ്ഥാനിലെ കൃത്യം ലക്ഷ്യസ്ഥാനങ്ങൾ അത് ബ്രഹ്മോസ് മിസൈലുകൾ തൊടുത്തുവിട്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചു. കാര്യം ബ്രഹ്മോസ് മിസൈലുകൾ സഞ്ചരിക്കുന്ന വേഗത സങ്കല്പിക്കാൻ സാധിക്കില്ല. ഏതാണ്ട് 2,500 കിലോമീറ്റർ വരെ വേഗതയിലാണ് ഈ മിസൈൽ പോവുക. അപ്പോൾ അതിനെ പ്രതിരോധിക്കണമെങ്കിൽ അതിനേക്കാൾ വേഗതയിൽ അതിനെ പിന്തുടരുന്ന മറ്റൊരു മിസൈലോ അല്ലെങ്കിൽ അതിനെ തകർക്കാനായിട്ട് മറ്റൊരു മിസൈലോ അതേ വേഗതയിൽ അതിൻ്റെ പാതയിൽ വരികയോ ചെയ്യണം. അപ്പോൾ അത് ഏറെക്കുറെ അസാധ്യമായതുകൊണ്ടാണ് ബ്രഹ്മോസ് മിസൈലുകൾ നമുക്ക് വിജയകരമാക്കി നടപ്പിലാക്കാൻ സാധിച്ചത്. എന്നാൽ ആകാശ് മിസൈലുകൾ എന്ന് പറഞ്ഞാൽ താരതമ്യേന അതിനേക്കാൾ കുറച്ചുകൂടി ബ്രഹ്മോസിൻ്റെ അത്ര തീവ്രതയുള്ള ഒരു മിസൈലല്ല ആകാശ് മിസൈൽ. ഇത് നമ്മൾ ഈ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടിയായിരിക്കും ഇത് ഫലപ്രദമാകുക. ദീർഘദൂര ലക്ഷ്യങ്ങൾ സാധിക്കില്ല. ഇപ്പോൾ പാകിസ്ഥാനിലേക്ക് ഒരു ആക്രമണം നടത്താനായിട്ട് ആകാശ് മിസൈൽ നമുക്ക് ഉപയോഗിക്കാനൊക്കില്ല. കാരണം ഇതിൻ്റെ ദൂരപരിധി ഞാൻ പറഞ്ഞല്ലോ, പരമാവധി അതായത് ആകാശിൻ്റെ ഏറ്റവും വേഗതയുള്ള ഏറ്റവും ദൂരപരിധിയുള്ളത് NG എന്ന് പറയുന്ന സെഗ്മെൻറ്റാണ്, നെക്സ്റ്റ് ജനറേഷൻ. അതിൻ്റെ ദൂരപരിധി പരമാവധി 80 കിലോമീറ്ററാണ്. അതുകൊണ്ട് തന്നെ ഈ ആകാശ് മിസൈൽ നമ്മൾ ഉപയോഗിക്കുക വ്യോമ പ്രതിരോധ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും. മറ്റൊരു ലക്ഷ്യം, ശത്രു രാജ്യത്തെ മറ്റൊരു ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ആകാശ് മിസൈൽ ഉപയോഗിക്കില്ല. രണ്ടിൻ്റെയും പർപ്പസ് രണ്ടാണ്. ബ്രഹ്മോസ് എന്ന് പറയുന്നത് നമുക്ക് ദൂരമുള്ള ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഉപയോഗിക്കാം. അത് കരയിൽ നിന്ന് ഉപയോഗിക്കാം, വിമാനത്തിൽ നിന്ന് ഉപയോഗിക്കാം. അതേസമയം തന്നെ നമ്മുടെ അന്തർവാഹിനികളോ സൈനിക കപ്പലുകളോ അതിൽ നിന്നോ ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിക്കാം. പക്ഷേ ആകാശ് മിസൈൽ പ്രധാനമായിട്ട് ഉപയോഗിക്കുക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ ഭാഗമായിട്ടായിരിക്കും. അതാണ് ഇത് തമ്മിലുള്ള പ്രകടമായ വ്യത്യാസം.